ഹലോ എവരിവൺ, PK ലേണിംഗ്സിന്റെ ഡയറി ഫോം ഇൻസ്ട്രക്ടറിന്റെ ഒരു വെബിനാറിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറി സയൻസിനെ പറ്റിയാണ്. ഓക്കെ, ഡയറി സയൻസ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വോയിസ് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ജോയിൻ ആയി കാണുമല്ലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ വെബിനാറിൽ ഡയറി സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്, അതായത് ഡയറി ഫാം ഇൻസ്ട്രക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡയറി സയൻസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അതായത് 20 മാർക്സിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ഡയറി സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡയറി സയൻസ് നമുക്ക് എങ്ങനെ പഠിക്കാം, അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്റെ പേര് ഡോക്ടർ ഷിമി ഷറഫ്. ഞാൻ PK ലേണിംഗ്സിൽ അക്കാഡമിക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഡയറി സയൻസ് എന്ന് പറയുന്ന ഒരു ന്യൂ ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് കാരണം അത് റാങ്ക് മേക്കിംഗ് ആണ്. ബാക്കി ഇപ്പൊ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബോട്ടണി, സുവോളജി, മാത്സ്, ഇതെല്ലാം +1 +2 ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു, അല്ലെ? പക്ഷേ ഈ ഒരു ടോപ്പിക്, അതായത് ഡയറി സയൻസ് എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ അല്ലാത്തൊരു ടോപ്പിക്, ഒരു പുതിയൊരു ടോപ്പിക്കാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക് എങ്ങനെ പഠിക്കുന്നു, അത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക് എങ്ങനെ പഠിക്കുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ സ്കോർ ചെയ്യാൻ പോകുന്ന മാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറി സയൻസ് നിങ്ങൾക്ക് എങ്ങനെ അത് പഠിച്ചു തുടങ്ങണം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു സിലബസ് ഉണ്ട്. അപ്പൊ ഈ സിലബസ് കംപ്ലീറ്റ്ലി മഗപ്പ് ചെയ്യുന്നതിലും ഒരു ന്യൂ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ പഠിക്കുമ്പോഴത്തേക്ക് ആദ്യം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മാത്രമേ ഈ ഒരു പുതിയൊരു ന്യൂ ടോപ്പിക് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറി സയൻസിന്റെ സിലബസ് ഓവർവ്യൂ നമ്മൾ നടത്താൻ പോവാണ്. അതായത് ഈ സിലബസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഡയറി സയൻസിന്റെ സിലബസ് ഓവർവ്യൂ ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡയറി സയൻസിന്റെ സിലബസിൽ ഡയറി സയൻസ് എന്ന് പറയുന്നത് 20 മാർക്സിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ ഈ ഡയറി സയൻസിന്റെ ടോപ്പിക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഡയറി ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേറ്റീവ് സിസ്റ്റം, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരെയാണെങ്കിൽ that comes for 2 marks. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, മിൽക്ക് പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നതാണ്. അതായത് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറി ആനിമൽ ബ്രീഡ്സ്, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ, ഡയറി ഫാമിംഗ് പ്രാക്ടീസസ് ആൻഡ് മാനേജ്മെന്റ്, ഫീഡ് ഫോർമുലേഷൻ ആൻഡ് റാഷനിങ് ഫോർ ഡയറി ആനിമൽസ്, ഫോഡർ, കാറ്റൽ ഡിസീസസ്. അപ്പൊ ഈ ഒരു മോഡ്യൂൾ 2 എന്ന് പറയുന്നത് 5 മാർക്സ് വരുന്ന ഒരു ടോപ്പിക്കാണ് മോഡ്യൂൾ 2. അടുത്തത് മോഡ്യൂൾ 3 പറയുകയാണെങ്കിൽ മിൽക്ക് പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷൻ ആണ് മോഡ്യൂൾ 3 വരുന്നത്. അതും 5 മാർക്സ് തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിനുശേഷം മോഡ്യൂൾ 4ഉം 5ഉം എടുക്കുകയാണെങ്കിൽ 4 മാർക്സ് വീതം വരുന്ന മോഡ്യൂൾസ് ആണ്. മോഡ്യൂൾ 4 എന്ന് പറയുന്നത് ഡയറി പ്രോഡക്ട്സ് ടെക്നോളജി, അതായത് ഫാറ്റ് റിച്ച് പ്രോഡക്ട്സ്, ഫെർമെന്റഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഐസ്ക്രീംസ് ആൻഡ് ഫ്രോസൺ ഡെസേർട്സ്, ട്രഡീഷണൽ ഡയറി പ്രോഡക്ട്സ്, സീരിയൽ ബേസ്ഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഡ്രൈഡ് മിൽക്ക് പ്രോഡക്ട്സ്, ചീസ്, ഇതെല്ലാം അടങ്ങിയതാണ് ഈ ഒരു മോഡ്യൂൾ 4. അതൊരു 4 മാർക്സ് വരുന്ന ടോപ്പിക്കാണ്. അതുപോലെ മോഡ്യൂൾ 5 പറയുകയാണെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഇൻ ഡയറി ഇൻഡസ്ട്രി, അതിലാണ് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്, ക്വാളിറ്റി കൺട്രോൾ ഓഫ് റോ മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സ്, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ദ ഡയറി ഇൻഡസ്ട്രി, ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ പ്രാക്ടീസസ് ഇൻ മിൽക്ക് പ്രോസസിംഗ് പ്ലാന്റ്സ്. അപ്പൊ നമുക്കറിയാം സിലബസിൽ ഇപ്പോൾ നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്, പല പല മോഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓരോ മോഡ്യൂളിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമാണ്. അപ്പൊ 5 മാർക്കുള്ള ചില മോഡ്യൂളുകളുണ്ട്, അതുപോലെ തന്നെ 4 മാർക്കുള്ള മോഡ്യൂളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് 2 മാർക്കുള്ള മോഡ്യൂളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 5 മാർക്സ് വരുന്ന മോഡ്യൂളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ ഇതിലൊരു നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഈ 20 മാർക്സിൽ നിന്നൊന്നും നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും വിട്ടിട്ട് പഠിക്കാൻ പറ്റില്ല. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് നമുക്ക് കംപ്ലീറ്റ്ലി പഠിക്കേണ്ടി വരും. പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് മാർക്ക് ബേസിസിൽ കൊടുക്കാം. അതായത് 5 മാർക്ക് വരുന്നത് അതാ മോഡ്യൂൾ 2ഉം മോഡ്യൂൾ 3ഉം, അതിനുശേഷം നമുക്ക് മോഡ്യൂൾ 4ഉം 5ഉം 4 മാർക്കിന് വരുന്നത് എന്ന് വെച്ചാൽ ആദ്യത്തെ മോഡ്യൂൾ 2 മാർക്സ് ആണെങ്കിലും 2 മാർക്സ് ആണെങ്കിലും ശരി, അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഡയറി സയൻസ് 20 മാർക്സ്, അതായത് ഈ സ്പെഷ്യൽ ടോപ്പിക്കില് ഡയറി സയൻസിലെ 20 മാർക്സ് വരുന്ന അതിന്റെ ഒരു സിലബസ് ആണ് നമ്മൾ ഓവർവ്യൂ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എത്രത്തോളം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ സിലബസിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഓരോ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെല്ലാം പഠിക്കണം എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ പറയുന്നുണ്ട്.
ഓക്കെ, ഇപ്പൊ മിൽക്ക് പ്രൊഡക്ഷൻ എടുത്താൽ തന്നെ അതിൽ എന്തെല്ലാമാണ് ആനിമൽ ബ്രീഡ്സിനെ പറ്റി, അതിനുശേഷം ഓരോ ടോപ്പിക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക് കൊണ്ട് സിലബസ് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കറിയാം ഇതിന്റെ ഒരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് സാലറി സ്കെയിൽ, അതായത് 35,600 to 75,400 വരുന്ന ഒരു സാലറി സ്കെയിലാണ് ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ ജോബിനുള്ളത്. ഓൾസോ ഇറ്റ് ഇസ് എ ടെക്നിക്കൽ റോൾ ആൻഡ് ഓൾസോ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഗവൺമെന്റ് റോൾ. അതായത് കേരള ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റോള് തന്നെയാണ് ഈ ഒരു ജോബിനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങുന്നത് തന്നെയാണ് നല്ലത്. കാരണം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സാം ഡേറ്റിനും വളരെ ചുരുക്കത്തിലുള്ള സമയം കിട്ടുള്ളൂ. നമുക്കറിയാം സിലബസ് വളരെ വാസ്റ്റ് ആണ്. പിന്നെ നമുക്ക് സിലബസ് ഓടിച്ചൊന്ന് വായിക്കാനുള്ള സമയം, റിവിഷൻ ഒന്നും സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് റിവിഷനും മാക്സിമം മോക്ക് എക്സാംസ് എഴുതാനുമുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ഇപ്പൊ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് സ്കോറിംഗ് ഏരിയാസ് മനസ്സിലായി കാണും അല്ലെ. അതായത് സ്കോറിംഗ് ഏരിയാസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ടോപ്പിക് തന്നെയാണ്. അതായത് 5 മാർക്കുള്ള 2 മോഡ്യൂൾ നമ്മൾ കണ്ടു. അതായത് മോഡ്യൂൾ 2ഉം മോഡ്യൂൾ 3യും. ഈ 5 മാർക്ക് വീതം മാർക്ക് വരുന്ന ഈ 2 മോഡ്യൂളുകളിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ഈ 2 മോഡ്യൂൾസ് തന്നെ ആയിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് തിങ്, അതായത് പിന്നെ ഒരു 4 മാർക്ക് വീതം വരുന്ന 2 മോഡ്യൂൾസ് ആണ് മോഡ്യൂൾ 4ഉം 5ഉം. അതിനും നമ്മൾ അതിനുശേഷം, അതായത് മോഡ്യൂൾ 2നും 3നും ശേഷം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മോഡ്യൂൾസ് ആണ് മോഡ്യൂൾ 4 ആൻഡ് 5. പക്ഷെ ബാക്കിയുള്ള സബ്ജക്ട്സിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡയറി സയൻസിൽ നിന്ന് ഒമിറ്റ് ചെയ്യാനുള്ള ടോപ്പിക്സ് ഒന്നുമില്ല. എല്ലാ ടോപ്പിക്സും നമുക്ക് പഠിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതൊരു സ്പെഷ്യൽ ടോപ്പിക് ആണ്, എല്ലാവർക്കും ഒരു ന്യൂ ടോപ്പിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്, അതുപോലെ എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ആ ഒരു 20/20 മാർക്ക് കിട്ടുക. ഓക്കെ, അതായത് 20 ആണ് അതിന്റെ സ്കോർ. അപ്പൊ ഈ ഒരു 20 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ വേണം പഠിക്കാൻ? എല്ലാവർക്കും അതൊരു ന്യൂ ടോപ്പിക് തന്നെ ആയിരിക്കും, സ്പെഷ്യൽ ടോപ്പിക് ആണ്. അതിന്റെ ടെർമിനോളജീസ് ഒക്കെ എല്ലാവർക്കും പുതിയത് തന്നെ ആയിരിക്കും. അപ്പൊ ഈ ടെർമിനോളജീസ് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു ടോപ്പിക്സിന്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ, മഗപ്പ് ചെയ്യാൻ പറ്റും. അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത് ആൻസർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ന്യൂ സബ്ജക്റ്റിലോട്ട് കടക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ടെർമിനോളജീസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ വേണ്ടത് സിലബസ് ആണ്. അപ്പൊ സിലബസിന്റെ ഹാർഡ് കോപ്പി, അതിനുശേഷം അത് ഏത് എക്സാം ആയിക്കോട്ടെ ആ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പൊ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാം ആയതിനാൽ തന്നെ ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം കളക്ട് ചെയ്യുക. കാരണം നമ്മളൊരു എക്സാമിന് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ കാറ്റഗറി കോഡ് നമ്പർ ആണ് ഞാൻ നോട്ട് ചെയ്തേക്കുന്നത്. 242/23, 64/2017, 153/2019. അപ്പൊ ഇങ്ങനെ പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. ഓക്കെ, ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി കുറച്ചധികം എക്സാംസിന് ഡയറി സയൻസ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ, അതുപോലെ ടെക്നിക്കൽ സൂപ്രണ്ട് KCMMF മിൽമയുടെ ടെക്നിക്കൽ സൂപ്രണ്ട് ഓഫീസർ, അതുപോലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ. ഇങ്ങനെയുള്ള എക്സാംസിലുമൊക്കെ ഡയറി സയൻസ് സിലബസിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കളക്ട് ചെയ്യുക. ഇത് ഡയറി സയൻസിന്റെ മാത്രം കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഫിസിക്സും കെമിസ്ട്രിയുടെ കാര്യം എടുക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഏതൊക്കെ എക്സാംസിന് വരാവോ, ഫോർ എക്സാമ്പിൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ്, അതിന് ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണി, സുവോളജി, മാത്സ് ഒക്കെ വരുന്നുണ്ട്. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ നമ്മുടെ അതുപോലെയുള്ള എക്സാംസിന് ഏതിനൊക്കെയാണോ വരുന്നത്, അതായത് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2. അപ്പൊ ഇതുപോലെയുള്ള എക്സാംസിനെല്ലാം ഈ സെയിം സിലബസുകൾ വരുന്നുണ്ട്, ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഡയറി സയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡയറി സയൻസ് വേറെ ഏതൊക്കെ എക്സാമിന് വരാം. അപ്പൊ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, അതിലും കിട്ടും ഡയറി സയൻസിലെ ക്വസ്റ്റ്യൻസ്. അതുപോലെ ടെക്നിക്കൽ സൂപ്രണ്ട് KCMMF കളക്ട് ചെയ്യുക, അതിലും കിട്ടും നമുക്ക് ഡയറി സയൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡയറി സയൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏതൊക്കെ എക്സാമിന് സിലബസിലുണ്ടോ അതിന്റെ എല്ലാം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഏത് ടോപ്പിക് പഠിക്കുന്നോ ആ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം MCQs കളക്ട് ചെയ്യുക മാത്രമല്ല മാക്സിമം മോക്ക് എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം MCQs കളക്ട് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മാക്സിമം മോക്ക് എക്സാംസ് എഴുതുക എന്നുള്ളത്.
നമ്മൾ ട്രയാങ്കുലർ സ്ട്രാറ്റജിയെ പറ്റി പറയാറുണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ആയിട്ടുള്ള, അതായത് കൺസെപ്റ്റ് മനസ്സിലാക്കിയുള്ള പഠിത്തം. ഓക്കെ, അതിനുശേഷം ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് എ റിവിഷൻ. അത് പിറ്റേ ദിവസം ആദ്യം ദ ഫസ്റ്റ് തിങ് ടു ഡു, അതായത് റിവൈസ് ചെയ്യുക തലേ ദിവസം പഠിച്ച കാര്യം. അതുകൂടാതെ തേർഡ് ഡേ, അത് കഴിഞ്ഞ് വീക്ക്ലി റിവിഷൻ, അതുപോലെ മന്ത്ലി റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മോക്ക് എക്സാംസ് എഴുതുക എന്നുള്ളത്, അതായത് MCQs അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ട്രയാങ്കുലർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിലും നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും. അതിനുശേഷം റിവിഷൻ നടത്താനും അതിനുശേഷം മാക്സിമം മോക്ക് എക്സാംസ് എഴുതാനും അങ്ങനെ സെറ്റ് ആയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം ഹാളിലേക്ക് പോകാനുമുള്ള ഒരു സമയം ഇനി ഹറിബറി കാണിക്കാതെ ധൃതി കാണിക്കാതെ നമുക്ക് സമാധാനമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോകാനുള്ള സമയം ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഡയറി സയൻസ് ഒരു ന്യൂ ടോപ്പിക് ആണ്. അപ്പൊ ഇതൊരു പുതിയൊരു ടോപ്പിക് ആണ്, സ്പെഷ്യൽ ടോപ്പിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ടെർമിനോളജീസും നമുക്ക് പുതിയതാണ്. അപ്പൊ ഈ ടെർമിനോളജീസ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ ടെർമിനോളജീസ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് നോക്കാം. ഫസ്റ്റ് കാഫ് എന്താണെന്ന് നോക്കാം. ഓക്കെ, കാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് കാഫ്? കാഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ യങ് ബൊവൈൻ ആണ്, അതായത് 1 വയസ്സിന് താഴെയുള്ള യങ് ബൊവൈനെയാണ് ഈ ഒരു കാഫ് എന്ന് പറയുന്നത്. അത് മെയിലും ആകാം ഫീമെയിലും ആകാം. ഓക്കെ, അപ്പൊ ഇറ്റ് ക്യാൻ ബി ഓഫ് എയ്തർ സെക്സ്, 2 സെക്സിലതും ആകാം. ഓക്കെ, ബട്ട് അണ്ടർ 1 ഇയർ എന്നാണുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഇനി അതിൽ തന്നെ ഫീമെയിൽ ആയിട്ടുള്ളതിന് നമുക്ക് 2 പേരിൽ പറയും. ഫീമെയിലിന് ഹെയ്ഫറും ഉണ്ട് കൗവും ഉണ്ട്. ഹെയ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ യങ് ഫീമെയിൽ കാറ്റിൽ ദാറ്റ് ഹാസ് നോട്ട് യെറ്റ് ഗിവൺ ബർത്ത്. യങ് ഫീമെയിൽ കാറ്റിലാണ് ദാറ്റ് ഹാസ് നോട്ട് ഗിവൺ ബർത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇറ്റ് ഇസ് എ കാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ യങ് ബൊവൈൻ ഓഫ് ഏജർ സെക്സ് അണ്ടർ 1 ഇയർ ഓഫ് ഏജ്. പക്ഷെ ഹെയ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ യങ് ഫീമെയിൽ കാറ്റിൽ ദാറ്റ് ഹാസ് നോട്ട് യെറ്റ് ഗിവൺ ബർത്ത്. ഓക്കെ, ഇനി ബർത്ത് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ഒരു ഗിവൺ ബർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കാൽവിങ് എന്നാ പറയുന്നത്, ആ ഒരു പ്രോസസ് ഓഫ് ഗിവിംഗ് ബർത്ത്, അതിന് ഈ കൗവിന്റെ കാറ്റിലിന്റെ കേസിൽ നമ്മൾ അതിനെ കാൽവിങ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ മെച്യൂർ ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് കൗ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കാൽവിങ് കഴിഞ്ഞു, അതായത് ഒരു പ്രാവശ്യമെങ്കിലും അത് യങ് വൺസിന് ഗിവൺ ബർത്ത് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഹെയ്ഫർ അങ്ങനെയല്ല. ഹെയ്ഫർ എന്താ ചെയ്യുക? ഹെയ്ഫർ എന്ന് പറയുന്നത് യങ് ഫീമെയിൽ ആണ്. ഓക്കെ, മെച്യൂർ ഫീമെയിൽ ആണെങ്കിൽ അതിനെ കൗ എന്നാ പറയുന്നത്. അപ്പൊ ഹെയ്ഫർ എന്ന് പറഞ്ഞാൽ ചാറ്റ് വ്യൂ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. യങ് ബൊവൈൻ ഓഫ് എയ്തർ സെക്സ് അണ്ടർ 1 ഇയർ ഓഫ് ഏജ് ഇസ് കാഫ്. അപ്പൊ ഹെയ്ഫറും കൗവും മനസ്സിലായല്ലോ. ഹെയ്ഫർ എന്ന് പറയുന്നത് യങ് ഫീമെയിൽ കാറ്റിലാണ് ഹെയ്ഫർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് കൗ എന്ന് പറയുന്നത് മെച്യൂർ ആണ്. ഇനി അടുത്തത് മെയിലിൽ പറയുകയാണെങ്കിൽ നമുക്ക് 3 എണ്ണം പറയാം കേട്ടോ. ഏതൊക്കെയാ? ബുൾ ഓർ സയർ പറയാം, അടുത്തത് സ്റ്റിയർ പറയാം, അടുത്തത് ബുള്ളോക്ക് പറയാം, ഓക്സും പറയാം. അപ്പൊ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാലോ. അപ്പൊ ഇത് രണ്ടും ഫീമെയിൽ ആയിരുന്നു അല്ലെ? ഇത് രണ്ടും ഫീമെയിൽ ആയിരുന്നു, ഹെയ്ഫറും കൗവും. ഹെയ്ഫറിന്റെ പ്രത്യേകത യങ് ആണ്, അത് ഗിവൺ ബർത്ത് ചെയ്തിട്ടില്ല. കൗവിന്റെ പ്രത്യേകത മെച്യൂർ ആണ്. ഓക്കെ, ഇനി മെയിലാണ് ഇതെല്ലാം. അതിൽ ബുൾ ഓർ സയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇൻടാക്ട് ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു മെയിലാണ്. നമ്മൾ ബ്രീഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ബുൾ ഓർ സയർ. അതായത് ബ്രീഡിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതിനെയാണ് ബുൾ ഓർ സയർ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അടുത്തത് സ്റ്റിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്റ്റിയർ എന്ന് പറയുന്നത് മെയിൽ ദാറ്റ് ഹാസ് കാസ്ട്രേഷൻ, അതായത് അതിന്റെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി മാറ്റുന്നതിനെയാണ് കാസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ യങ് ഏജിൽ തന്നെ കാസ്ട്രേഷൻ ചെയ്തു. ഓക്കെ, അപ്പൊ ബ്രീഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ. അപ്പൊ അതിന് ജസ്റ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? മീറ്റിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് സ്റ്റിയർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിയർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള ഒരു മെയിൽ തന്നെയാണ് ബുള്ളോക്ക്. ബുള്ളോക്ക് എന്ന് പറയുന്നത് വർക്കിന് മാത്രം, അതായത് ഡ്രോട്ട് പേർപ്പസിനും വർക്ക് പേർപ്പസിനും മാത്രം ഉപയോഗിക്കുന്നതിനെയാണ് ബുള്ളോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതും കാസ്ട്രേഷൻ കഴിഞ്ഞതാ. കാസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി മാറ്റുന്നു. ഓക്കെ, അപ്പൊ അത് സർജിക്കലായിട്ടും അല്ലാത്ത പ്രൊസീജിയറിലൂടെയും അവരുടെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി മാറ്റുന്നതിനാണ് കാസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രീഡ് ചെയ്യാതിരിക്കാനാണ്. അവരൊന്നെങ്കിലും മീറ്റിന് ഉപയോഗിക്കും, അല്ലെങ്കിൽ വർക്ക് പേർപ്പസിന് ഉപയോഗിക്കും. ഓക്കെ, ഇനി അതുപോലെയുള്ള ട്രെയിൻഡ് അഡൾട്ട് ബുള്ളോക്കിനെ നമ്മൾ എന്താ വിളിക്കുക? ഓക്സ് എന്നാ വിളിക്കുക.
ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു പുൾ ഹെവി ലോഡ്സ്. ഓക്കെ, അപ്പം ഫീമെയിൽ നമ്മളെ ഹെയ്ഫറും കവും കണ്ടു. യങ് വണ്ണിനെ കാഫ് എന്നാ പറഞ്ഞ, അത് മെയിലും ഫീമെയിലിനും കാഫ് എന്ന് തന്നെയാണ് വിളിക്കുക. ഫീമെയിലിന്റെ യങ് വണ്ണിനെ, ഫീമെയിലിന്റെ യങ് ഫീമെയിലിനെ ഹെയ്ഫർ എന്നും മെച്യൂർ ആണെങ്കിൽ കവ് എന്നും വിളിക്കുന്നു. മെയിലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബുൾ ഓർ സയർ എന്ന് പറയുന്നത് ബ്രീഡിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. സ്റ്റിയർ എന്ന് പറയുന്നത് കാസ്ട്രേഷൻ കഴിഞ്ഞു ജസ്റ്റ് മീറ്റിന് മാത്രമേ യൂസ് ചെയ്യുന്നു. ബുള്ളോക്ക് എന്ന് പറഞ്ഞാൽ ഡ്രോട്ട് പർപ്പസിന് ഉപയോഗിക്കാം, പക്ഷെ കാസ്ട്രേറ്റഡ് ആണ്. ഇനി അടുത്തത് ഓക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഹെവി ലോഡ്സ് പുള്ളയാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് രീതിയിൽ ഫ്രഷ് ആയിട്ടുള്ളതും ഡ്രൈ ആയിട്ടുള്ളതും പറയും. അതായത് ഫ്രഷ് കവും ഡ്രൈ കവും. ഫ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കവ് ആയിക്കോട്ടെ ഹെയ്ഫർ ആയിക്കോട്ടെ, ദാറ്റ് ഹാസ് റീസെന്റ് ഗിവൺ ബർത്ത്. അതായത് ഫ്രഷ് ആണ്, ഇപ്പോഴായിട്ടൊരു ഇത് കഴിഞ്ഞു, കാൽവിങ് കഴിഞ്ഞു. കാൽവിങ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഗിവിംഗ് ബർത്ത്. കവിന്റെ കേസിൽ അതിനെ കാൽവിങ് എന്നാ പറയുന്നത്. ഗോട്ടിന്റെ കേസിൽ കിഡിങ് എന്ന് പറയും. ഓക്കെ, ഫീമെയിലിൽ നമ്മൾ പാർച്ചുറേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻസിന് നമ്മൾ പാർച്ചുറേഷൻ എന്നാണ് ആ പ്രോസസ് ഓഫ് ഗിവിംഗ് ബർത്ത് പറയുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ കാൽവിങ് എന്നാ പറയുന്നത്. അപ്പൊ ഇപ്പോഴായിട്ട് കാൽവിങ് കഴിഞ്ഞു, ലാക്ടേഷൻ ചെയ്യാൻ തുടങ്ങി, ആ ഒരു കൗനെയാണ് നമ്മൾ ഫ്രഷ് കൗ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡ്രൈ കൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ഇപ്പൊ അവര് കാൽവിങ് കഴിഞ്ഞു, അവരുടെ ലാക്ടേഷൻസ് തുടങ്ങി, ലാക്ടേഷൻ ഫിനിഷ് ചെയ്തിട്ട് അവർക്കൊരു റെസ്റ്റ് പീരീഡ് ഉണ്ട്. ഓക്കെ, അതായത് അതൊരു 60 days ഒക്കെയാണ് റെസ്റ്റ് പീരീഡ്. അതിനുശേഷം അവരുടെ അടുത്ത കാൽവിങ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഈ 365 days 305 days ലാക്ടേറ്റിംഗ് ആയിരിക്കും. ആകെ ഒരു 60 days ആണ് ഗ്യാപ്പ് വരുന്നത്, ആ ഒരു റെസ്റ്റ് പീരീഡ് വരുന്നത്. ഓക്കെ, അപ്പൊ ഫ്രഷ് കൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കും കാൽവിങ് കഴിഞ്ഞു, ലാക്ടേറ്റിംഗ് തുടങ്ങിയതാണ്. പക്ഷെ ഡ്രൈ കൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൈക്കിളിന്റെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്, ഇത് കണ്ടോ. അതായത് കാൽവിങ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഗിവിംഗ് ബർത്ത് ഓഫ് എ കാഫ്. ഓക്കെ, അപ്പൊ കാൽവിങ് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത്, ലാക്ടേഷൻ തുടങ്ങുമല്ലോ, അപ്പൊ മിൽക്ക് പ്രൊഡക്ഷൻ തുടങ്ങുന്നു. ഓക്കെ, പിന്നെ ഡ്രൈ പീരീഡ് എന്ന് പറയുന്നത് അടുത്ത കാൽവിങ്ങിന് മുമ്പുള്ള ഒരു സമയമാണ്, അടുത്ത ആ ഒരു ഡ്രൈ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡ്രൈ കൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൗ അതിന്റെ ലാക്ടേഷൻ സൈക്കിൾ ഫിനിഷ് ചെയ്തു, എന്നിട്ട് റെസ്റ്റ് പീരീഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഓക്കെ, അതിനെയാണ് നമ്മളൊരു ഡ്രൈ കൗ എന്ന് പറയുന്നത്. അതായത് അതൊരു 60 days ആണ് അടുത്ത കാൽവിങ്ങിന് മുന്നേ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞു കാൽവിങ് എന്ന് പറയുന്ന കേട്ടോ എന്തായിരുന്നു, ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ആൻ ആക്ട് ഓഫ് ഗിവിംഗ് ബർത്ത് ടു എ കാഫ്. ഓക്കെ, അപ്പൊ ലാക്ടേഷൻ നമ്മൾ കണ്ടു, ഈ ഒരു 365 days 305 days ലാക്ടേറ്റിംഗ് ആണ്. ദാറ്റ് ഈസ് എ ഡയറി ആനിമൽ ഈസ് പ്രൊഡ്യൂസിങ് ദ മിൽക്ക്. ഓക്കെ, അതൊരു 305 days ഉണ്ടാവും പെർ ഇയർ. കാൽവിങ്ങിന് ശേഷം 305 days ലാക്ടേറ്റിംഗ് ആയിരിക്കും. 60 days ആണ് ഡ്രൈ പീരീഡ് ആയിട്ട് വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? 305 days നമുക്ക് ലാക്ടേഷൻ ആയിരിക്കും. എന്നിട്ട് ആകെ 60 days എന്തായിരിക്കും, ഡ്രൈ പീരീഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ഒരു ടേം നോക്കാം, റൂമിനന്റ് എന്ന് പറഞ്ഞാൽ. അതായത് റൂമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ഫുഡിനെ പിന്നെ എടുത്തിട്ട് റീഗർജിറ്റേറ്റ് ചെയ്ത് ഒന്നുകൂടെ ചൂ ചെയ്ത് കഴിക്കുന്ന കാണാറില്ലേ കൗസ് ഒക്കെ. അപ്പൊ അത് കൗ ആയിക്കോട്ടെ, ഗോട്ട്, ബഫല്ലോ ഒക്കെ അവരെന്താ ചെയ്യുന്നത്, ദേ ഡൈജസ്റ്റ് ദ ഫുഡ് ബൈ റീഗർജിറ്റേറ്റിംഗ്. ആദ്യം അവരങ്ങ് വിഴുങ്ങുമല്ലേ, എന്നിട്ട് പിന്നെ അതിന് ഒന്നുകൂടെ എടുത്ത് നല്ല രീതിയിൽ ചൂ ചെയ്ത് പിന്നെ അതിനെ, അങ്ങനെയുള്ള ആനിമൽസിനെയാണ് നമ്മൾ റൂമിനന്റ് ആനിമൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഹ്യൂമന്റെ കേസിലും കൊളസ്ട്രം എന്ന് പറയുന്നത് ആദ്യത്തെ മിൽക്കാണ്. അപ്പൊ ആ ഒരു മിൽക്കിന്റെ പ്രത്യേകത എന്താണ്, ഫസ്റ്റ് മിൽക്ക്, അത് ന്യൂട്രിയൻ ഡെൻസ് ആണ്, അതുപോലെ ആന്റിബോഡി റിച്ച് ആണ്, അത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഒക്കെ അടങ്ങിയതാണ്. അപ്പൊ അത് ആ ഒരു യങ് വൺസിന് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കൊളസ്ട്രം. ഓക്കെ, അപ്പൊ കൊളസ്ട്രം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് എ ന്യൂട്രിയന്റ് ഡെൻസ് ആന്റിബോഡി റിച്ച് ഫസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കാൽവിംഗ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊവൈഡിങ് ഇമ്മ്യൂണിറ്റി ടു ദ ന്യൂ ബോൺസ്. ഇനി അടുത്തത് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. മാസ്റ്റൈറ്റിസ് നമുക്കറിയാം, ഐറ്റിസ് എന്ന് പറയുന്ന ടേമിനർത്ഥം ഇൻഫ്ലമേഷൻ എന്നാണ്. വാട്ട് ഈസ് ഐറ്റിസ്? ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ. മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ മാമറി ഗ്ലാൻഡിന് അല്ലെങ്കിൽ അഡർ എന്ന് പറയും അല്ലെ, മാമറി ഗ്ലാൻഡ് അല്ലെങ്കിൽ അഡറിന് ഇൻഫ്ലമേഷൻ വരുന്നതിനെയാണ്. ചിലപ്പോൾ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാവാം. അപ്പൊ മിൽക്കിന്റെ ക്വാണ്ടിറ്റി കുറയും, ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരും. അപ്പൊ ആ ഒരു ഇൻഫ്ലമേഷനെയാണ് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് അഡറിന്റെ അല്ലെങ്കിൽ ആ ഒരു മാമറി ഗ്ലാൻഡിന്റെ ഇൻഫ്ലമേഷനെയാണ് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്.
നമുക്ക് ഈ കാറ്റിൽ ബ്രീഡ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മിൽക്കിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫിസിക്കൽ, കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ തന്നെ മിൽക്കിലെ ടോട്ടൽ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് ഈസ് ഈ മിൽക്കിൽ കുറെ കമ്പോണൻസ് ഉണ്ട്. അതിന്റെ എല്ലാം കൂടെ സമ്മാണ്, എക്സ്ക്ലൂഡിങ് വാട്ടർ. ഓക്കെ, അപ്പൊ വാട്ടർ പോയിട്ട് ബാക്കി എല്ലാം കൂടെ വരുന്നതിന്റെ സമ്മാണ്. അതിൽ എന്തൊക്കെ വരാം? അതിൽ വരുന്നത് ഫാറ്റ് വരാം, ദാറ്റ് ഈസ് ഫാറ്റ് വരാം, പ്രോട്ടീൻ വരാം, ലാക്ടോസ് വരാം, അതുപോലെ മിനറൽസ് വരാം. അപ്പോ മിൽക്കിലെ കമ്പോണൻസ്, വാട്ടർ ഒഴികെയുള്ള ബാക്കി എല്ലാ കമ്പോണൻസിനെയുമാണ് ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ടോട്ടൽ സോളിഡ്സിൽ നിന്ന് മിൽക്ക് ഫാറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? SNF എന്ന് പറയുന്നത്. SNF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സോളിഡ്സിൽ നിന്ന് ഫാറ്റ് മാത്രം പോകും. അതിനെയാണ് നോട്ട് സോളിഡ് നോട്ട് ഫാറ്റ്. സോളിഡ് ആണോ? ആണ്. ഫാറ്റ് ആണോ? അല്ല. അതാണ് SNF എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം നമുക്കിനി മിൽക്ക് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഓരോന്നിന്റെ SNF വാല്യൂ, ടോൺഡ് മിൽക്കിന്റെ എത്രയാണ്, ഡബിൾ ടോൺഡ് മിൽക്കിന്റെ എത്രയാണ്, അപ്പൊ ഇതൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ. ഓക്കെ, അപ്പൊ അതെല്ലാം ഈ ഒരു മിൽക്കിന്റെ അപ്പൊ SNF എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ആദ്യം പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്കത് ഡെപ്തിലോട്ട് ഓരോ സിലബസിൽ ഓരോ കാര്യങ്ങളും ഡെപ്തിൽ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ SNF ഇനി കേട്ടാൽ നിങ്ങൾക്ക് അറിയാം. SNF എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ സോളിഡിൽ നിന്ന് മിൽക്ക് ഫാറ്റ് പോയ ഭാഗമാണ്. അതിൽ വരുന്നത് പ്രോട്ടീൻസ് വരും, ലാക്ടോസ് വരും, മിനറൽസ് ഒക്കെ വരും. ഓക്കെ, നമുക്കറിയാം ലാക്ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ടോസ്, വാട്ട് ഈസ് ലാക്ടോസ്? ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മിൽക്കിലെ പ്രൈമറി കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെ? അതൊരു ഡൈസാക്കറൈഡ് അല്ലേ? യെസ്, ഇറ്റ് ഈസ് എ ഡൈസാക്കറൈഡ്. ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർന്നതാണ്. അപ്പൊ ഈ ലാക്ടോസിനെ ബ്രോക്കൺ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് എൻസൈം ആണ് ആവശ്യമായിട്ടുള്ളത്? ഇറ്റ് ഈസ് ലാക്ടേസ്. ലാക്ടേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടെങ്കിലേ ഈ ലാക്ടോസിനെ ബ്രോക്കൺ ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അടുത്തതായിട്ട് കസൈൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് എ കസൈൻ? യെസ്, അതാണ് മിൽക്കിലെ പ്രോട്ടീൻ അല്ലെ? പ്രൈമറി ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ ഇൻ മിൽക്ക്, അതാണ് ഈ കസൈൻ എന്ന് പറയുന്നത്. ഈ ചീസ് ഒക്കെ ഉണ്ടാക്കുന്ന ചീസിനെ പറ്റിയൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മിൽക്ക് പ്രോഡക്ട്സ് പഠിക്കാനുണ്ട് അല്ലെ? ഫാറ്റ് മിൽക്ക് പ്രോഡക്ട്സ്, അതുപോലെ ഫാറ്റ് റിച്ച് പ്രോഡക്ട്സ്, ഫെർമെന്റഡ് പ്രോഡക്ട്സ് ഒക്കെ പഠിക്കാനുണ്ട്. ഈ ഫാറ്റ് റിച്ച് പ്രോഡക്ട്സിൽ നമുക്ക് ക്രീം, ഗീ, അതുപോലെ ബട്ടർ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ചീസ് പഠിക്കാനുണ്ട്. അപ്പൊ ചീസ് മേക്കിങ്ങിലൊക്കെ ഈ ഒരു കസൈൻ ആണ് എന്താണ്? കോയാഗുലേറ്റ്സ് ടു ഫോം കേർഡ്സ് ഡ്യൂറിങ് ദ ചീസ് മേക്കിംഗ്. അപ്പൊ എന്താണ് TS എന്ന് മനസ്സിലായി കാണും അല്ലെ? ടോട്ടൽ സോളിഡ് ആണ്, അതിൽ വാട്ടർ ഉണ്ടാവില്ല. ഇനി ഈ ഒരു ടോട്ടൽ സോളിഡിൽ നിന്ന് മിൽക്ക് ഫാറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പോണന്റിനെയാണ് നമ്മൾ SNF എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്തൊരു ഇതിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മാക്സിമം ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പാസ്ചറൈസേഷൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പാസ്ചറൈസേഷൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ട് നോക്കിയാൽ മനസ്സിലാവും, ഈ പാസ്ചറൈസേഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. അപ്പൊ 1 മാർക്ക് ഷുവർ ഷോട്ട് ആണ്. ബ്രീഡുകളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നമുക്ക് മനസ്സിലാവും എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് 1 മാർക്ക് ഷുവർ ഷോട്ട് ആണ്. അടുത്ത മിൽക്കിൽ നിന്ന്, ഇനി മിൽക്ക് പ്രോഡക്ട്സിൽ നിന്ന് 1 മാർക്ക് ഷുവർ ഷോട്ട് ആണ്. അപ്പൊ ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ്. അതായത് മിൽക്കിലുള്ള പെത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കുന്ന, ഡിസ്ട്രോയ് ചെയ്യുന്ന, പക്ഷേ മിൽക്കിന്റെ ന്യൂട്രീഷണൽ വാല്യൂവിനോ ഫ്ലേവറിനോ ഒരു വ്യത്യാസവും വരുത്താതെ അത് റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന പെത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കുന്നതാണ് ഈ ഒരു പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ, ഇറ്റ് ഇസ് എ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഓക്കെ, സോറി, പാസ്ചറൈസേഷൻ 3 ടൈപ്പ് ഉണ്ട്. ഒരു മിനിറ്റ്, ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് LT, ലോ ടെമ്പറേച്ചർ ലോങ് ടൈം. അടുത്തത് HTST, നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. UHT. ഓക്കെ, ഇത് മൂന്നുമാണ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. LT എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ടെമ്പറേച്ചർ ആണ്, അതുപോലെ തന്നെ ലോങ് ടൈം ആണ്. ഓക്കെ, അടുത്തത് ഹൈ ടെമ്പറേച്ചർ ആണ്, അതുപോലെ ഷോർട്ട് ടൈം ആണ്.
ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഈ ഫ്ലൂ ചാർട്ട് പോലെ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിമോണിക്സ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പുകൾ ഉപയോഗിച്ച് ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ലെക്ചർ നോട്ട്സ് തയ്യാറാക്കി തന്നെ പഠിക്കുക. ഏത് ക്ലാസ് കണ്ടാലും കൂടെ ലെക്ചർ നോട്ട്സ് എഴുതുക. അത് എസ്സേ പോലെ എഴുതുകയല്ല, വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പം ഈ ഒരു പാസ്ചറൈസേഷൻ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതുക? ആദ്യം പാസ്ചറൈസേഷൻ, അത് 3 ടൈപ്പ്. അപ്പൊ ഇങ്ങനെ ഫ്ലോ ചാർട്ട് പോലെ വരച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ അങ്ങ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മാത്രം നോക്കിയാൽ മതി നിങ്ങൾക്ക് റിവിഷന്റെ സമയത്ത്. ഓക്കെ, ഇത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ ആണ് അല്ലെ. ലോ ടെമ്പറേച്ചർ അതായത് 63°C 30 മിനിറ്റ്സ് മിൽക്കിനെ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് 72°C 15 സെക്കൻഡ്സ്. ഇവിടെ എന്ന് പറയുന്നത് 135 to 150°C 1 to 2 സെക്കൻഡ്സ്. അപ്പൊ ഇതിനെല്ലാം ശേഷം മിൽക്കിനെ ഇമ്മീഡിയറ്റ്ലി കൂൾ ചെയ്യും. 4°C ഇമ്മീഡിയറ്റ്ലി കൂൾ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഇതാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതൊരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഒരു പ്രോസസ്സാണ് ഹോമോജനൈസേഷൻ. അതായത് മിൽക്കിലെ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ബ്രോക്കൺ ഡൗൺ ചെയ്ത് ഒരുപോലെ സ്മോളർ യൂണിഫോം സൈസിലാക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് ഹോമോജനൈസേഷൻ എന്ന് പറയുന്നത്. Homogenization is a mechanical process that breaks down the fat globules in the milk into smaller uniform sizes. ഓക്കെ, ഇനി ഇതൊരു അവന്റെ പ്രഗ്നൻസി പീരീഡിനെ നമ്മൾ അറിയാം. നമുക്ക് ഫീമെയിൽസ് നമ്മുടെ ഹ്യൂമൻസിനും പറയുന്നത് ജെസ്റ്റേഷണൽ പീരീഡ് എന്നാ പറയുന്നത് അല്ലെ. ജെസ്റ്റേഷണൽ പീരീഡ് എന്നാണ് ആ ഒരു ഡ്യൂറേഷൻ ഓഫ് പ്രഗ്നൻസിക്ക് പറയുന്നത്. പിന്നെ വീനിങ് എന്ന് പറയുന്ന ടേം എന്താണ്? വാട്ട് ഈസ് വീനിങ്? വീനിങ് എന്ന് പറഞ്ഞാൽ മദറിൽ നിന്ന് ബേബീനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. പാർച്ചുറേഷന് ശേഷം സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് വീനിങ് എന്ന് പറയുന്നത്. സെപ്പറേഷൻ ഓഫ് ദി കാഫ് ഫ്രം ദ മദർ ആഫ്റ്റർ ദ പാർച്ചുറേഷൻ. ഓക്കെ, അപ്പൊ ഗിവിംഗ് ബർത്ത് ടു യങ് വൺ, ഈ ഒരു കൗവിന് അതിനെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? കാൽവിങ് എന്നായിരുന്നു പറഞ്ഞത് അല്ലെ, ആ ഒരു ടേം. അടുത്തത് കാസ്ട്രേഷൻ. ഈ കാസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അവരുടെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ അത് റുട്ടീൻ ആയിട്ട് അവരുടെ ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എന്തിനു വേണ്ടിയായിരിക്കും? മീറ്റിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ അഗ്രഷൻ കുറയ്ക്കാനായിട്ട്. അപ്പൊ പിന്നെ അവരെ വർക്ക് പർപ്പസിനും അതുപോലെ തന്നെ മീറ്റിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ബ്രീഡിങ്ങിന് പിന്നെ അവർ ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് കാസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ടേം ആണ് കള്ളിങ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഇനി ഡയറി സയൻസിൽ ഓരോരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഈ ഓരോ ടേംസും നിങ്ങളുടെ മുന്നിലോട്ട് വരും. അപ്പൊ നമുക്കിപ്പോ ടേംസ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എളുപ്പമായിരിക്കും പിന്നെ പഠിക്കാൻ. അപ്പൊ കള്ളിങ് എന്ന് പറയുന്ന ടേം എന്താണ് കള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ നിന്ന് വളരെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ആനിമൽസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കള്ളിങ് എന്ന് പറയുന്നത്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ പോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്കണോമിക് ആയിട്ടുള്ള ആനിമൽസിനെ ആ ഒരു ഹേർഡിൽ നിന്ന് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കള്ളിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതായിട്ട് ബ്രീഡിങ്, അതായത് ക്രോസിംഗ്. അതായത് ഈ ഒരു മെയിലും ഫീമെയിലും തമ്മിൽ മേറ്റിംഗ് നടക്കുന്നു അല്ലെ. ക്രോസിംഗ് നടന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഓഫ് സ്പ്രിംഗ് ആയിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസിനെ നമ്മൾ ക്രോസ് ചെയ്ത് നമുക്ക് ഏതൊക്കെയാണോ ഈ ഒരു രണ്ട് ഇൻഡിവിജ്വലിൽ നിന്ന് ഏതൊക്കെ ക്യാരക്ടേഴ്സ് വേണോ അതെല്ലാം ആയിട്ട് അങ്ങനെയുള്ള ഒരു ഡിസൈർഡ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഓഫ് സ്പ്രിംഗ് ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? യെസ്, ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈസ്ട്രസ് പീരീഡ് അല്ലെങ്കിൽ ഹീറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫീമെയിലിന്റെ ആ ഒരു സമയം, അതായത് ഈസ്ട്രസ് പീരീഡ് അല്ലെങ്കിൽ ഹീറ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ ഈ ഫീമെയിൽ ആനിമലില് അതായത് മെയിലിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. സർവീസിംഗ് എന്നാണ് ആ ഒരു കോയിറ്റസിനെ പറയുന്നത്. അപ്പൊ കൺസംഷൻ നടക്കാനായിട്ട് ആ ഒരു സമയത്തിന് അതുകൊണ്ട് ഈസ്ട്രസ് പീരീഡ് അല്ലെങ്കിൽ ഹീറ്റ് പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ മീറ്റിംഗ് നടക്കുന്നതിനെ നമ്മൾ സർവീസിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രീഡിംഗ് എന്താണ്, സർവീസിംഗ് എന്താണ്? അപ്പൊ ഇനി ടേം കേട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവണ്ട. ഈസ്ട്രസ് പീരീഡ് എന്താണ്, ഹീറ്റ് പീരീഡ് എന്താണ്? ഓക്കെ, മനസ്സിലായി കാണും. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമൻ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിലോട്ട് ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് സെമൻ എടുത്ത് ഫീമെയിലിലോട്ട് ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാഫിന്റെ മീറ്റിന് എന്താ പറയാ? ഇറ്റ് ഈസ് കോൾഡ് വീൽ അല്ലെ. ദ മീറ്റ് ഓഫ് ദി കാഫ് ഈസ് നോൺ ആസ് വീൽ. മീറ്റ് ഓഫ് കാഫ് ഈസ് നോൺ ആസ് വീൽ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ കുറേ ടേംസ് ഡിസ്കസ് ചെയ്തു അല്ലെ, കുറച്ച് ടെർമിനോളജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചധികം ടെർമിനോളജീസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ ഇതായിരുന്നു കുറച്ച് ടെർമിനോളജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തതായിട്ട് ബോഡി പാർട്സ് ഓഫ് കൗ. കാരണം നമ്മൾ ഇനി ബ്രീഡ് പഠിക്കുമ്പോൾ നമുക്ക് ബ്രീഡ്സിൽ ഇൻഡിജീനസ് ബ്രീഡുകൾ പഠിക്കുന്നുണ്ട്. അതിൽ മിൽച്ച് അല്ലെങ്കിൽ ഡ്രോട്ട് ബ്രീഡ്സ്, അതായത് ബ്രീഡില് ഇൻഡിജീനസ് നമ്മുടെ നാട്ടിലുള്ള ഇതില് മിൽച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഡ്രോട്ട് വർക്ക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഡുവൽ പർപ്പസ് ഉണ്ട്. അത് രണ്ടും മിൽക്കിനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഡ്രോട്ടിനും യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ 3 തരത്തിലുണ്ട്. അപ്പൊ ഇൻഡിജീനസ് ബ്രീഡ് ഉണ്ട്, ഇനി അടുത്തത് എക്സോട്ടിക് ആയിട്ടുള്ള ബ്രീഡ് ഉണ്ട്, ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡുകളൊക്കെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് കൗ, ബഫല്ലോ, ഗോട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതില് നമ്മൾ കൗവിനെ പറ്റി പഠിക്കുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുമ്പോൾ ബോഡി പാർട്സ് എടുക്കുകയാണെങ്കിൽ അപ്പൊ നമുക്കിപ്പോ ഓരോ കൗവിന്റെയും ബേസിക് ബോഡി പാർട്സ് വെച്ചായിരിക്കും ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ്. അപ്പൊ ഓരോന്നിനും ഓരോ വ്യത്യാസം ഉണ്ടാവും. ചിലതിന്റെ ഹോണിനൊരു ഷേപ്പ് ആയിരിക്കും, അങ്ങനെ ഓരോ ബോഡി പാർട്സ്. അപ്പൊ ബോഡി പാർട്സ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്കത് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ബോഡി പാർട്സ് നമുക്ക് എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ബ്രീഡുകൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ബോഡി പാർട്സ് മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ, ഫോർ ഹെഡ് ഉണ്ട്, അതുപോലെ ഈ മേൽഭാഗം, ഈ ഒരു 2 ഹോണിന്റെ ഇടയ്ക്കുള്ള ഭാഗം, ഇതിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫോർ ഹെഡ്, പോള്, ഹോൺ അറിയാലോ, നെക്ക് അറിയാം. പിന്നെ ഇതാണ് ഹംപ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ ബാരൽ എന്ന് പറയുന്നു. പിന്നെ ഇവിടെയാണ് ഇത് ബാരൽ, ഇവിടെ ഫ്ലാങ്ക് എന്ന് പറയുന്നു, ഇത് ഹിപ്പ് റീജിയൻ. ഇനി ടെയില് തുടങ്ങുന്ന ഭാഗം, അതപ്പോ ടെയിൽ ഹെഡ്. ഓക്കെ, ഇതാ ടെയില്. ഇനി ഈ ഒരു ബോണിനെ പിൻ ബോൺ എന്ന് പറയുന്നു, ഇത് തൈസ് ആണ്. പിന്നെ ഇവിടെ വരുന്ന ജോയിന്റ്, ഇതാണ് സ്റ്റിഫിൾ ജോയിന്റ്. പക്ഷെ ഇപ്പുറത്ത് വരുമ്പോൾ അത് ഹോക്ക് ജോയിന്റ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ ഒരു മൂക്കിന്റെ ഭാഗം, ആ ഒരു നോസിന്റെ ഭാഗത്തിന് നോസ്ട്രിൽ ഉണ്ട്, അപ്പൊ അവിടെ ഹെയർ ഒന്നും ഇല്ലാത്ത ഭാഗത്തിന് മസിൽ എന്ന് പറയുന്നു. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇയർ അറിയാം. പിന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ ലാക്സ് ആയിട്ട് കിടക്കുന്നില്ലേ, അതാണ് ഡ്യൂലാപ്പ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. മസിൽ ഇമ്പോർട്ടന്റ് ആണ്, ഡ്യൂലാപ്പ് ഇമ്പോർട്ടന്റ് ആണ്, പോൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ ഈ ഒരു ഭാഗമാണ് ബ്രിസ്കറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തിനെയാണ് ബ്രിസ്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൂഫ്സ് അറിയാലോ, ഹൂഫ്സ്. ഇനി അഡർ എടുത്തു കഴിഞ്ഞാൽ അഡറിന്റെ ഫ്രണ്ട് ഭാഗത്തിന് 4 ക്വാർട്ടർ എന്നും അതിന്റെ ബാക്ക് ഭാഗത്തിന് ഹൈൻഡ് ക്വാർട്ടർ എന്നും പറയും. ഓക്കെ, അഡറിന്റെ ഇൻഫ്ലമേഷനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? അഡർ അല്ലെങ്കിൽ മാമറി ഗ്ലാൻഡിന്റെ ഇൻഫ്ലമേഷനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? മാസ്റ്റൈറ്റിസ് എന്നാണ് പറഞ്ഞത് അല്ലെ? നിങ്ങളുടെ കമന്റ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത വെബിനാറിൽ കമന്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഹെഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹെഡില് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നോസ്ട്രിൽസിന്റെ ഭാഗത്തുള്ള ഹെയർലെസ് ഏരിയനെ എന്താ പറയാ? ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്താ പറയാ? യെസ്, ഇറ്റ് ഈസ് കോൾഡ് മസിൽ. അപ്പൊ ഓരോ ബ്രീഡിനും വ്യത്യാസം ഉണ്ടായിരിക്കും മസിൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഹോണ് വരും, ഈ ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗത്തിന് എന്താ പറയാ? ഇത് പോൾ എന്ന് പറയുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെ ഇവിടെ ഈ ഒരു ഇങ്ങനെ വലിഞ്ഞു കിടക്കുന്നില്ല, ഈ ലാക്സ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് ഡ്യൂലാപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഹംബ്. ഇതൊക്കെയാണ് ഏറ്റവും ഇതൊക്കെ ഇപ്പൊ അറിഞ്ഞിരുന്നാൽ ഓരോ ബ്രീഡിനും എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് നമുക്ക് പഠിക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാകും. അപ്പൊ മസിൽ എന്ന് പറയുന്നത് ഈ ഒരു ഹെയർലെസ് ഏരിയ, നോസിന്റെ ഭാഗത്ത് വരുന്നത്. ഓക്കെ, 2 ഇയറിന്റെ ഇടയിലുള്ള ഹയസ്റ്റ് പോയിന്റിനെയാണ് പോൾ എന്ന് പറയുന്നത്. ഇത് കാണുന്നുണ്ടോ? ഇതല്ലേ 2 ഇയർ. ഈ 2 ഇയറിന്റെ ഇടയിൽ വരുന്ന ഹയസ്റ്റ് പോയിന്റ്, ഈ ഒരു ഭാഗത്തിന് എന്താ പറയാ? പോൾ എന്ന് പറയും. അപ്പൊ നമ്മൾ ക്ലാസ്സുകള് പിക്ചറിന്റെ ഹെൽപ്പോട് കൂടി മനസ്സിലാക്കിയായിരിക്കും പതിയെ പഠിച്ചു പോകുന്നത്. അപ്പൊ നമുക്കിപ്പോ ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ? നമ്മുടെ മുന്നിൽ നല്ല രീതിയിൽ സമയമുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ടോപ്പിക്കും പിക്ചേഴ്സിന്റെ ഹെൽപ്പോടെ, അതിപ്പോ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബോട്ടണി ആയിക്കോട്ടെ, സുവോളജി ആയിക്കോട്ടെ, പിക്ചേഴ്സിന്റെ സഹായത്തോടെ ഡയഗ്രാംസ്, പിക്ചേഴ്സ്, ഫ്ലൂ ചാർട്ട്സ്, അങ്ങനെ അതിന്റെയൊക്കെ ഹെൽപ്പോട് കൂടി കൺസെപ്റ്റ് മനസ്സിലാക്കി ആയിരിക്കും പഠിച്ചു പോകുന്നത്. ഓക്കെ, നമ്മൾ എസ്പെഷ്യലി സ്പെഷ്യൽ ടോപ്പിക് ലൈവായിട്ട് ഇന്ററാക്റ്റീവ് സെഷനിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്ത് ഡൗട്ട്സും ചോദിക്കാവുന്നതായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്സിനെ സംബന്ധിച്ചിടത്തോളം. ബാക്കി ക്ലാസ്സസ് ഒക്കെ നമ്മൾ റെക്കോർഡഡ് ആയിട്ടായിരിക്കും. അപ്പൊ ഈ ഒരു പോള് മനസ്സിലായി കാണും, മസിൽ മനസ്സിലായി കാണും, ഡ്യൂലാപ്പ് മനസ്സിലായി കാണും. ഓക്കെ, ഇനി ഫോർഹെഡ് ആസ് യൂഷ്വൽ എന്താണ്? ഐയുടെയും ഇയറിന്റെയും ഇടയിലുള്ള സ്പേസ് ആണ്. ഇനി ബ്രിസ്കറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇതാട്ടോ. ബ്രിസ്കറ്റ് ഈ പിക്ചറിൽ കാണുന്നുണ്ടോ? ഇതാണ് ബ്രിസ്കറ്റ് എന്ന് പറയുന്ന ഏരിയ. മസ്കുലാർ ഫാറ്റി ബൾജ് ഫൗണ്ട് അറ്റ് ദ ബേസ് ഓഫ് ദ നെക്ക് ബിറ്റ്വീൻ ദ ഫ്രണ്ട് ലെഗ്സ്. ഇതിനെയാണ് നമ്മൾ ബ്രിസ്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തത് ബോഡി അല്ലെങ്കിൽ ബാരല്. ഫ്ലാങ്ക് എന്ന് പറയുന്നത് ഈ റിബിന്റെയും ഹൈൻഡ് ലെങ്കിന്റെ ഇടയിൽ വരുന്ന ഒരു ട്രയാങ്കുലാർ സൈസ് ഏരിയ. ഫ്ലാങ്ക് ഈ ഭാഗമാണ് ഫ്ലാങ്ക്. ഓക്കെ. അടുത്തത് അഡർ അറിയാം അല്ലെ? അഡർ എന്ന് പറയുന്നത് ഇതാണ് അഡർ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫോർ ക്വാർട്ടറും ഉണ്ട്, ഹൈൻഡ് ക്വാർട്ടറും ഉണ്ട്. മാമറി ഗ്ലാൻഡിനെയാണ് അഡർ എന്ന് പറയുന്നത്. അതിന്റെ ഫോർ ക്വാർട്ടർ ഉണ്ട്, അതുപോലെ ഹൈൻഡ് ക്വാർട്ടർ ഉണ്ട്. ഓക്കെ. ഇത് ഫോർ ക്വാർട്ടേഴ്സ് ആൻഡ് ഹൈൻഡ് ക്വാർട്ടേഴ്സ് അവരുടെ ഈ ഒരു ലെഗ് പോർഷനിൽ വരുന്നതില് ഹിപ്പ് ബോൺ വരുന്നുണ്ട്, പിൻ ബോൺ, തൈസ് വരുന്നുണ്ട്, ഹോഗ് ജോയിന്റ്, സ്റ്റിഫിൾ ജോയിന്റ് ഒക്കെ വരുന്നുണ്ട് അല്ലെ? ജോയിന്റുകളാണ് ഇത്. കണ്ടോ, ഇവിടെ സ്റ്റിഫിൾ ജോയിന്റ്, അതിനുശേഷം ഇവിടെ ഹോഗ് ജോയിന്റ്, ഹോക്ക്, സ്റ്റിഫിള്, ഇത് ഫെറ്റ്ലോക്ക്, ഇതൊക്കെ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് ടെർമിനോളജീസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഡയറി സയൻസിൽ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അറിയേണ്ട കുറച്ച് ടെർമിനോളജീസ് ഡിസ്കസ് ചെയ്തു. പിന്നെ ബ്രീഡ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് പാർട്സ് ഓഫ് എ കൗ. അത് നമ്മൾ കാര്യമായിട്ട് പഠിച്ചു. ഇനി കുറച്ച് ബേസിക് ഫാക്റ്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സൈറ്റിൽ നിന്ന്, മിൽമയുടെ സൈറ്റിൽ നിന്ന്, അതാത് സൈറ്റുകളിൽ നിന്നായിരിക്കും നമ്മൾ അതിന്റെ ഡേറ്റ കളക്ട് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിൽ നിന്നെല്ലാം ബേസിക് ഫാക്ട്സിന്റെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ. ഇതെല്ലാം PYQയിൽ വന്നത് തന്നെയാണ്. ഈ ഫാക്റ്റുകളിൽ ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് നാഷണൽ മിൽക്ക് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് November 26 ഓക്കെ. അതുപോലെ തന്നെ വേൾഡ് മിൽക്ക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് June 1 ഇനി ഈ വേൾഡ് മിൽക്ക് ഡേ June 1 വരാറായല്ലേ? അപ്പൊ അതിന്റെ തീം പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് 2026 തീമാണെങ്കിൽ ഇറ്റ് ഇസ് സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ്. അതാണ് തീം. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാം. ദ തീം ഓഫ് ദ വേൾഡ് മിൽക്ക് ഡേ 2026 എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ്. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് ആണ് വർഗീസ് കുര്യൻ. എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? ഡോക്ടർ വർഗീസ് കുര്യൻ അറിയപ്പെടുന്നത് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. അതുപോലെ വൈറ്റ് റെവല്യൂഷന്റെ ഫാദർ ആണ്. അതുപോലെ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ആർക്കിടെക്ട് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ. അപ്പോൾ ഡോക്ടർ വർഗീസ് കുര്യൻ. അടുത്തതായിട്ട് ഓപ്പറേഷൻ ഫ്ലഡ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് എപ്പോഴാണ് വന്നത്? 13th January 1970 13th January 1970. അതിന്റെ 3 ഫേസസും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. phase 1, phase 2, phase 3. അതുപോലെ ഇത് ഓരോന്നും നമുക്ക് PYQ വന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ആദ്യത്തെ ഫേസ് 1970 മുതൽ 1980 വരെയുള്ള കാലയളവിലായിരുന്നു. 10 വർഷമാണ് ആദ്യത്തെ ഫേസ്. അതുപോലെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് 1981 മുതൽ 1985 വരെയുള്ള കാലയളവിലാണ്. അടുത്തത് phase 3 എന്ന് പറയുന്നത് 1985 മുതൽ 1996 വരെയുള്ള കാലയളവിലാണ് phase 3. അപ്പൊ ഇങ്ങനെ 3 ഫേസസ് ആണ് ഓപ്പറേഷൻ ഫ്ലഡിനുള്ളത്. ഓപ്പറേഷൻ ഫ്ലഡ് ലോഞ്ച് ചെയ്തത് 13th January 1970 അപ്പൊ ഈ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. അടുത്തതായിട്ട് NDDB, അതായത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഈ NDDB അല്ലെങ്കിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1965 NDDB എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 1965 വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ KCMMF, ഇതും ക്വസ്റ്റ്യൻ വന്നതാണ്. അതായത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അതിനെ പോപ്പുലർലി നമ്മൾ മിൽമ എന്നാണ് വിളിക്കുന്നത്. അതുണ്ടായ വർഷം ചോദിച്ചതാണ്. ഏതാണ്? 1980, April 1980. ഓക്കെ. അടുത്തതായിട്ട് ഗോപാല ആപ്പ്, ഇതൊരു ക്വസ്റ്റ്യൻ വന്നതാണ്. ഈ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഡെവലപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആപ്പാണ് ഗോപാല ആപ്പ്. അതുപോലെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NDRI, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കാർണലിനാണ്. അപ്പൊ NDDB ഉണ്ടായ വർഷം എന്ന് പറയുന്നത് 1965 അതുപോലെ തന്നെ KCMMF, ഇറ്റ് ഈസ് പോപ്പുലർലി കോൾഡ് Milma and it is formed on April 1980. Gopala app, it is developed and maintained by NDDB. ഇനി ICAR NDRI യുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാർണൽ, ഹരിയാനയിലാണ്. അപ്പൊ ഈ ഒരു ഡയറി സയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ
നമ്മൾ റെഫറൻസ് ടെക്സ്റ്റ് ബുക്സ്, ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അപ്പൊ NCERTയുടെ 11th സ്റ്റാൻഡേർഡിലെയും 12th സ്റ്റാൻഡേർഡിലെയും ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണി, സുവോളജി, മാത്സുമാണ് നമുക്ക് ഈ ഒരു സിലബസിലുള്ളത്. പക്ഷെ ഡയറി സയൻസിനെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അതാത് റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക്, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഡേറ്റകൾ വേണം നമ്മൾ പഠിക്കാൻ. എന്തെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതൊന്നും ആൻസർ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും, പലതും ഡേറ്റ വ്യത്യാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നമ്മൾ പറയുന്നത് ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി, സുകുമാർഡയുടെ ടെക്സ്റ്റ് ഉണ്ട്. ഇനി VHSCയുടെ ഡയറി ടെക്നോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതിൽ നിന്നും കുറച്ച് പോർഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഡയറി പ്രൊഡക്ട്സ് ടെക്നോളജിയുടെ സ്റ്റുഡന്റ് ഹാൻഡ് ബുക്ക് ക്ലാസ് 12ന്റെ, അതിൽ നിന്ന് നമ്മുടെ സിലബസിലെ കുറച്ച് ടോപ്പിക്സ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്സ് TNAU, അഗ്രിടെക്, ഈഗ്യാൻ, കോഷ്, അതുപോലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സൈറ്റ്, മിൽമയുടെ സൈറ്റ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതുപോലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആനിമൽ ന്യൂട്രീഷൻ ബുക്ക്ലെറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സോഴ്സ് മനസ്സിലാവും. അപ്പൊ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അപ്പൊ സിലബസിൽ നിന്ന് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. ഈ കുറച്ച് ഏരിയാസ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണം. അപ്പൊ അത് എവിടെ നിന്ന് പഠിക്കണം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, മെസ്സേജ് സ്ഥിരമായിട്ട് വരുന്നുണ്ട്, മിസ്സേ എന്തിനാ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്ന, നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പോരെ എന്നുള്ളത്. അപ്പൊ അത് ഒരിക്കലും ശരിയായ ഒരു തീരുമാനമല്ല. അപ്പൊ നോട്ടിഫിക്കേഷൻ വരാൻ കാത്തു നിൽക്കരുത്. കാരണം നോട്ടിഫിക്കേഷൻ എപ്പോഴും, നിങ്ങൾ ഏത് പരീക്ഷ ആയിക്കോട്ടെ, നോട്ടിഫിക്കേഷൻ അല്ല പ്രിപ്പറേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആവേണ്ടത്. ആ ഒരു സമയം ചെക്ക് പോയിന്റ് ആണ്. നമ്മൾ എത്രത്തോളം പഠിച്ചെത്തി, നമ്മൾ റിവിഷൻ എത്രത്തോളം എത്തി, നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു സമയമാണ്, അല്ലാതെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല. അപ്പൊ ഒരിക്കലും വിന്നേഴ്സ് നോട്ടിഫിക്കേഷന് കാത്തിരിക്കില്ല, അതിന് മുന്നേ ആയിരിക്കും പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് വെയിറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് കാത്ത് നിന്നിട്ട് പഠിച്ചു തുടങ്ങുന്നവര് ഒരു ചാൻസ് മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലാതെ ഒരു അറ്റംപ്റ്റിന് വേണ്ടി എഴുതുന്നു, അല്ലാതെ റാങ്കിന് വേണ്ടിയോ അല്ലാതെ ജോബിന് വേണ്ടിയോ ആ കരിയറിന് വേണ്ടിയോ അല്ല. അപ്പൊ അങ്ങനെ ജോബിന് വേണ്ടി അല്ലെങ്കിൽ ഒരു റാങ്കിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി നമ്മളെ ആ ഒരു ഡ്രീമിന് വേണ്ടി ആ ഒരു ജോബ് കിട്ടണമെന്ന് ആ ഒരു ലക്ഷ്യത്തോടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്യരുത്. നോട്ടിഫിക്കേഷൻ വരുന്ന സമയമാകുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ ഒരു നമ്മുടെ സിലബസ് ഒക്കെ ഏകദേശം കവർ ചെയ്ത് ഒരുവിധം റിവിഷൻ ഒക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ പിന്നെ നമുക്ക് ആകെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനും മോക്ക് എക്സാംസ് എഴുതാനും റിവിഷനുള്ള സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നേരത്തെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാം. ആ സിലബസിൽ ഓരോ കാര്യങ്ങളും കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനുള്ള സമയം കിട്ടുന്നു, റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നു. എത്രത്തോളം മാക്സിമം MCQs ചെയ്യാവോ അത്രത്തോളം നമുക്ക് MCQs പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നു. അപ്പൊ വേറെ എന്താ, അതിന്റെ ഒരു നമുക്ക് സ്ട്രെസ് കുറയുന്നു, അല്ലെ, ആൻഷ്യസ് ആവുന്നത്, ആൻസൈറ്റി കുറയുന്നു, നമുക്ക് കൂടുതൽ കോൺഫിഡന്റോടുകൂടി എക്സാമിന് പോകാൻ പറ്റുന്നു. അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു നേരത്തെ പഠിച്ചു തുടങ്ങുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. സോ ദ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പ്രിപ്പറേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആകാതെ ചെക്ക് പോയിന്റ് ആകാൻ ശ്രദ്ധിക്കുക. സോ ദ വിന്നേഴ്സ് ആകണമെന്നുണ്ട്, അല്ലെങ്കിൽ റാങ്ക് അല്ലെങ്കിൽ ജോബാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങാം. നോട്ടിഫിക്കേഷൻ വരാനൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നോട്ടിഫിക്കേഷൻ വന്നോട്ടെ, വരുമ്പോൾ വന്നോട്ടെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ചാമ്പ്യൻസ് പ്രിപ്പയർ ഇൻ സൈലൻസ് ബിഫോർ ദ ഓപ്പർച്യൂണിറ്റീസ് ആർ അനൗൺസ്ഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോഡ്സ് മനസ്സിൽ വെച്ചിട്ട് അതൊരു മോട്ടിവേഷൻ ആയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക. അപ്പൊ നമ്മൾ PK ലേണിംഗ്സ് ഡയറി ഫോം ഇൻസ്ട്രക്ടറിന് ഒരു വൈറ്റ് റെവല്യൂഷൻ ബാച്ച് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജൂൺ 12 നമ്മൾ ക്ലാസ്സസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. നമ്മൾ ഓരോ സബ്ജക്ട്സിനും നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ്സസുമായിട്ട് എത്തുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ലൈനപ്പ് ആയിരിക്കും. അപ്പൊ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയറി സയൻസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് ലൈവ് ഇന്ററാക്റ്റീവ് സെഷനിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ബാക്കി കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷനിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓരോ ആഴ്ചയും നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ആ ആഴ്ചയുടെ റിവിഷൻ ആയിരിക്കും ആ ഒരു വീക്കെൻഡിൽ ഉണ്ടാവുന്നത്. ഈ നടന്ന ക്ലാസ്സസിന്റെ എല്ലാം പ്രിന്റബിൾ PDF ഫോമാറ്റ് നോട്ടുകൾ തരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ക്ലാസ്സസ് വരുന്നതെന്ന് പറയുന്നത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് വരുന്നത്. ഓക്കെ,
എന്നിട്ട് ഫ്രൈഡേ എന്ന് പറയുന്നത് നിങ്ങളുടെ റിവിഷൻ ഡേ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഫ്രൈഡേ നിങ്ങളുടെ റിവിഷനെ സഹായിക്കാൻ വേണ്ടി ആ ഒരാഴ്ച എന്തൊക്കെയാണോ പഠിച്ചത്, ആ പഠിച്ച കാര്യങ്ങളുടെ എല്ലാം റാപ്പിഡ് റിവിഷൻ നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് റിവിഷൻ എളുപ്പമായിരിക്കും, നല്ല രീതിയിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ സാധിക്കും. ലൈവായിട്ട് നിങ്ങളെ റിവിഷന് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ബ്രീഫിംഗ് സെഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരാഴ്ച നിങ്ങൾ എന്തൊക്കെ ഫിസിക്സിൽ നിന്ന് എന്ത് പഠിച്ചു, കെമിസ്ട്രിയിൽ നിന്ന് എന്ത് പഠിച്ചു, ബോട്ടണി, സുവോളജി, ഡയറി, മാത്സ് എന്തൊക്കെ പഠിച്ചു, അതൊക്കെ നിങ്ങൾക്ക് റിവിഷന് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സെഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പഠിക്കുന്നതിന് മാത്രമല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റിവിഷന് അതുപോലെ എങ്ങനെയോ പഠിപ്പിക്കുന്നത് അതുപോലെ ഇമ്പോർട്ടൻസ് റിവിഷനും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബ്രീഫിംഗ് സെഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ എത്രത്തോളമാണ് റിവിഷന് പ്രാധാന്യം എന്ന് നിങ്ങളെ മനസ്സിലാക്കിച്ചു തരാനാണ്. അപ്പൊ ആ റിവിഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലൈവ് സെഷൻ മാത്രമല്ല, അതിന് പഠിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള റാപ്പിഡ് റിവിഷൻ നോട്ടുകളും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് റിവിഷനായി. ആ റിവിഷന് ശേഷം നിങ്ങൾക്ക് വീക്ക്ലി എക്സാം. ഓക്കെ, സാറ്റർഡേ ആയിരിക്കും നിങ്ങളുടെ വീക്ക്ലി എക്സാം ഉള്ളത്. ആ വീക്ക്ലി എക്സാമിന് ശേഷം ആ ഒരു എക്സാമിന്റെ ഡീറ്റെയിൽഡ് മാർക്ക് ലിസ്റ്റും അതുപോലെ റാങ്ക് ലിസ്റ്റും അതിന്റെ ഡീറ്റെയിൽഡ് PDF പ്രൊവൈഡ് ചെയ്യും. ഓരോ മാസവും കഴിയുമ്പോൾ ആ മാസത്തിൽ എടുത്ത കംപ്ലീറ്റ് ടോപ്പിക്സിന്റെ ഒരു മന്ത്ലി 100 മാർക്സിന്റെ മോഡൽ എക്സാം ഉണ്ടാവും. അതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. പിന്നെ ഓരോ മാസവും വരുമ്പോൾ ഏതൊക്കെ സബ്ജക്ട്സ് എടുത്തു ആ സബ്ജക്ട്സിന്റെ ഒക്കെ റിവിഷനും പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസിലൂടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ റിവിഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻസ് എന്തിനും കൊടുക്കുന്നുണ്ട്, എക്സാംസിനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ എപ്പോഴേലും നിങ്ങളുടെ ഫയർ ഒന്ന് അണഞ്ഞു പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണ്ട സമയങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് മോട്ടിവേഷണൽ സെഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഓരോരുത്തരുടെയും പഠിത്തം ശ്രദ്ധിക്കാനായിട്ട് 1-to-1 മെന്റർഷിപ്പുകൾ ഉണ്ടാവും. അപ്പൊ മെന്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ റിവിഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടോ എന്ന് നോക്കാൻ. അപ്പൊ ഓരോ എക്സാമിന് എഴുതിയതിനു ശേഷവും നിങ്ങൾക്ക് എറർ ലോഗ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. അതായത് നിങ്ങൾ എത്രത്തോളം ഇപ്പൊ എക്സാം എഴുതി, എക്സാമിന് എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു, ഏതൊക്കെയാണ് നിങ്ങൾക്ക് റോങ് ആയിട്ട് വന്നത്, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്യണം. എന്ത് മിസ്റ്റേക്കാ വന്നത്, ആ മിസ്റ്റേക്ക് നിങ്ങൾ എങ്ങനെ കറക്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് നോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ല നിങ്ങൾ വെറുതെ പരീക്ഷ എഴുതി പോയിട്ടും കാര്യമില്ല. ആ പരീക്ഷയിൽ നിങ്ങൾക്ക് വന്ന തെറ്റുകൾ നിങ്ങൾ സ്വയം തിരുത്തിയാൽ മാത്രമേ പിന്നെ ഒരു എക്സാമിന് ആ തെറ്റ് പറ്റാതിരിക്കൂ. അപ്പൊ അതിന് സഹായിക്കുന്ന തരത്തില് എറർ ലോഗ് ഷീറ്റ് അത് മെന്റേഴ്സ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മെന്റർഷിപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പൊ മെന്റേഴ്സ് ഓരോരുത്തരുടെയും പഠിത്തത്തിന്റെ കാര്യവും എല്ലാം ശ്രദ്ധിക്കുന്നത് കൂടാഞ്ഞിട്ട് പരീക്ഷകൾ എഴുതുന്നുണ്ടോ, പരീക്ഷ എഴുതുന്നതിന് എത്രത്തോളം മാർക്ക് കിട്ടുന്നുണ്ട്, അപ്പൊ റാങ്ക് ലിസ്റ്റ് ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന കൂടാതെ അപ്പൊ നിങ്ങൾക്ക് വരുന്ന മാർക്കുകളിൽ എത്രത്തോളമാണ്, എവിടെ തെറ്റി, എന്തുകൊണ്ട് തെറ്റി, അത് എങ്ങനെ നിങ്ങൾ കറക്റ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിലൂടെ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ആ മിസ്റ്റേക്സ് വരില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എറർ ലോഗ് ഷീറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കമ്പൈൻഡ് സ്റ്റഡിക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ്സ്, വാട്സാപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെന്റർഷിപ്പ് ബാച്ച്, അതായത് വൈറ്റ് റെവല്യൂഷൻ ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡയറി ഫ്രം ഇൻസ്ട്രക്ടറിന് PK ലേണിംഗ്സ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നതാണ് ഈ വൈറ്റ് റെവല്യൂഷൻ ബാച്ച്. ഓക്കെ, അപ്പൊ ഈ വൈറ്റ് റെവല്യൂഷൻ ബാച്ചിന്റെ കൂടെ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഒരു വിപ്ലവം സൃഷ്ടിക്കാം. അതായത് ഒരു റെവല്യൂഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡയറി ഫാം ഇൻസ്ട്രക്ടേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ, ഇനിയും മടിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും പഠിത്തം തുടങ്ങുക. അപ്പോൾ പഠിച്ചു തുടങ്ങാൻ ഇനി വെയിറ്റ് ചെയ്യേണ്ട, നോട്ടിഫിക്കേഷൻ വരാനൊന്നും വെയിറ്റ് ചെയ്യരുത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമുക്ക് ഇനി മുന്നിൽ സമയമുണ്ട്. സിലബസ് വളരെ ക്രിസ്പി ആയിട്ടുള്ള, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് മുന്നിൽ. അപ്പൊ ആ സിലബസ് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു സ്മാർട്ട് സ്റ്റഡിയിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്റ്റഡീസ് ആരംഭിക്കുക. ഓക്കെ, ഹാപ്പി ലേണിംഗ്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ക്ലിയർ. ഓക്കെ, ഹായ്. എനിക്ക് കമന്റ്സ് കാണുന്നില്ലായിരുന്നു. എക്സാമും നോട്ടിഫിക്കേഷനും എക്സാമും എല്ലാം നമുക്കൊരു 1 ഇയറിനുള്ളിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന് മാക്സിമം 1 ഇയറിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടക്കുന്നതായിരിക്കും.
അപ്പൊ നമുക്ക് ഈ ഒരു സിലബസ് പഠിക്കാൻ തന്നെ നമുക്ക് അത്രയും സമയം വേണ്ടി വരും. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഒരുവിധം പഠിച്ച് റിവിഷൻ ഒക്കെ ആവുന്ന സമയം എത്തുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ അത് കുറച്ച് നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച് നാൾക്കുള്ളിൽ പരീക്ഷ നടക്കുന്നതായിരിക്കും. അപ്പൊ ഒരു നെക്സ്റ്റ് ഇയർ നമുക്ക് എക്സാം ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ആ ഒരു സമയം കൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു. കാരണം നമുക്കറിയാം ഈ സയൻസ് ബേസ്ഡ് എക്സാമിന്റെ പ്രത്യേകത കോമ്പറ്റീഷൻ കുറവായിരിക്കും. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്കൊന്ന് എഫേർട്ട് ഇടാമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇന്നത്തെ ക്ലാസ്സിന്റെ കംപ്ലീറ്റ് നോട്ട്സും നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, PK ലേണിംഗ്സിന്റെ സയൻസ് ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ രേഷ്മ കംപ്ലീറ്റ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്ത് തരാം. അപ്പൊ ഇതുപോലെയുള്ള ടെർമിനോളജീസും അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ അല്ലേ? എക്സാംസ് ആപ്പിലാണോ? എക്സാംസ് ഒക്കെ ആപ്പിലായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ എക്സാംസ് ഒക്കെ ആപ്പിലായിരിക്കും. ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും. അതുപോലെ വീക്ക്ലി എക്സാംസും മന്ത്ലി എക്സാംസും ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ ഒരു ക്ലാസ്സസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുൾ റിവിഷൻ മോഡായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷനിലൂടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ ഇടയിൽ എക്സാംസ് ഉണ്ടാവും, നമ്മൾ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. സിലബസ് കംപ്ലീഷൻ കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് റിവിഷൻ മോഡായിരിക്കും. കംപ്ലീറ്റ്ലി റിവിഷനും മോക്ക് എക്സാംസും മാക്സിമം അത് നമ്മൾ ഓരോ ക്ലാസ്സസിന്റെ കൂടെ, ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു ക്ലാസ്സിന്റെ കൂടെ തന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ക്ലാസ് കഴിയുമ്പോൾ തന്നെ മിനിമം 10 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിക്കും. ഓക്കെ, അപ്പൊ എലിമിനേഷൻ ടെക്നിക്കിലൂടെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ വളരെ കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെ എക്സാം ഹാളിൽ എത്തിക്കാം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. Okay, thank you.